അടുത്ത ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കോൺട്രാക്റ്റീവ് സീക്വൻസുകളാണ്. നമുക്ക് ആകെ ഒരു ചെറിയൊരു ഡെഫിനേഷൻ ഉള്ള എ സീക്വൻസ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എൻ ഓഫ് റിയൽ നമ്പേഴ്സ് കോൺട്രാക്റ്റീവ്. അതിനെ കോൺട്രാക്റ്റീവ് എന്ന് വിളിക്കും. ഇഫ് ദർ എക്സിസ്റ്റ് എ കോൺസ്റ്റന്റ് സി ലൈസ് ബിറ്റ്വീൻ 0 and 1, 0 and 1 ഇടയ്ക്കുള്ള ഒരു കോൺസ്റ്റന്റ് ആവണം സച്ച് ദാറ്റ് ആ സീക്വൻസിലെ ടേംസ് ഇങ്ങനെ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മതി. കണ്ടീഷൻ ആണ് മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് ടു എക്സ് എൻ പ്ലസ് ടു എൻ പ്ലസ് ടു ടേം മൈനസ് എൻ പ്ലസ് 1 ടേം. അപ്പോൾ അടുത്തടുത്ത രണ്ട് ടേംസിന്റെ ഡിഫറൻസ് ആണ്. ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ടൈംസ് എക്സ് എൻ പ്ലസ് 1 മൈനസ് എക്സ് എൻ. അപ്പോൾ എക്സ് എൻ പ്ലസ് 2 ഉണ്ട്, എക്സ് എൻ പ്ലസ് 1 ഉണ്ട്, എക്സ് എൻ ഉണ്ട്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ഇതാണ് മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് 2 മൈനസ് എക്സ് എൻ പ്ലസ് 1. അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ടൈംസ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ്. സിയുടെ വാല്യൂ 0 and 1 ഇടയ്ക്കാണ്. അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് നോക്കൂ, ഈ ക്വാണ്ടിറ്റി ആയിരിക്കും വലുത്, അല്ലെങ്കിൽ ഇതിനെ 1 ചെറിയൊരു ക്വാണ്ടിറ്റി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് വീണ്ടും ചെറുതാവില്ലേ ചെയ്യുക. സോ എക്സ് എൻ പ്ലസ് 2 മൈനസ് എക്സ് എൻ പ്ലസ് 1 മോഡുലസ് ലെസ് ദാൻ എക്സ് എൻ പ്ലസ് 1 മൈനസ് എക്സ് എൻ എന്നുള്ളതാണ് കുറച്ചുകൂടി കറക്റ്റ്. അപ്പോൾ ഈ ഡിഫറൻസിനേക്കാൾ കുറച്ചുകൂടി ചെറുതാവും ഈ ഡിഫറൻസ്, അതിനേക്കാൾ കുറച്ചുകൂടി ചെറുതാവും അടുത്ത രണ്ടെണ്ണം തമ്മിലുള്ള ഡിഫറൻസ്, അതിനേക്കാൾ കുറച്ചുകൂടി ചെറുതാവും അടുത്ത രണ്ടെണ്ണം തമ്മിലുള്ള ഡിഫറൻസ്. ഇങ്ങനെ പോകുന്ന സീക്വൻസുകളാണ് ഇത് കോൺട്രാക്റ്റീവ് സീക്വൻസ്. അപ്പോൾ ഇനി നമ്മൾ പ്രൂവ് ചെയ്യും കോൺട്രാക്റ്റീവ് സീക്വൻസുകളൊക്കെയും കോഷി സീക്വൻസ് ആണെന്ന്. കോഷി സീക്വൻസ് ആണെങ്കിൽ അത് എന്തോ ആയിരിക്കും, കൺവേർജന്റ് ആയിരിക്കും. അപ്പോൾ ഇപ്പം ഈ പറഞ്ഞ ഒരു സക്സസീവായിട്ട് ഈ കണ്ടീഷൻ ഇങ്ങനെ അപ്ലൈ ചെയ്ത് പോകുന്ന കാര്യമാണ് കോഷി സീക്വൻസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുക. നമ്മൾ പറഞ്ഞ മാതിരി ആദ്യത്തെ റിസൾട്ട് ഇതാണ്. എവരി കോൺട്രാക്റ്റീവ് സീക്വൻസ് ഇസ് എ കോഷി സീക്വൻസ്. അപ്പോൾ ആദ്യം സപ്പോസ് ചെയ്യാം, let x is equal to xn be a contractive sequence. കോൺട്രാക്റ്റീവ് ആവുന്ന സമയത്ത് നമ്മളെ കണ്ടീഷൻ ഇതായിരുന്നു, then modulus of xn plus 2 minus xn plus 1 is less than or equal to c times modulus of xn plus 1 minus xn for all n belongs to n, where c is a constant which lies between 0 and 1. അങ്ങനെയാണ് ഇതേ റിസൾട്ട് നമുക്ക് ഇനി താഴോട്ട് കൊണ്ടുപോകാം. കാരണം എക്സ് എൻ പ്ലസ് 2 എക്സ് എൻ പ്ലസ് 1, ഇവിടെ എൻ പ്ലസ് 2 എൻ പ്ലസ് 1 എൻ പ്ലസ് 1 എൻ. അപ്പോൾ അത് വീണ്ടും നമുക്ക് സക്സസീവ്ലി അപ്ലൈ ചെയ്യാം. സോ അപ്ലൈ സക്സസീവ്ലി നമുക്ക് ഇങ്ങനെ കിട്ടും. മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് 2 മൈനസ് എക്സ് എൻ പ്ലസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ടൈംസ് എക്സ് എൻ പ്ലസ് 1 മൈനസ് എക്സ് എൻ. ഇതിന്റെ മുകളിൽ വീണ്ടും ഇതേ കാര്യം അപ്ലൈ ചെയ്താൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഓൾറെഡി ഉള്ള സി, പിന്നെ വീണ്ടും സി ടൈംസ് മോഡുലസ് ഓഫ് എൻ പ്ലസ് 1 എൻ എന്നുള്ളത് എൻ മൈനസ് 1. വീണ്ടും അതേ കാര്യം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സി ക്യൂബ് ടൈംസ് എക്സ് എൻ മൈനസ് 1 മൈനസ് എക്സ് എൻ മൈനസ് 2 ആവും. ഇങ്ങനെ പോയിട്ട് ലാസ്റ്റ് ഇത് കുറഞ്ഞു പോകുമല്ലേ, അവസാനം x2 മൈനസ് x1 ചെന്ന് നിൽക്കും. പക്ഷെ x2 മൈനസ് x1 ചെന്ന് നിൽക്കുമ്പോൾ സിയുടെ പവർ ഉണ്ടാവും. എന്തായിരിക്കും സിയുടെ പവർ? സിയുടെ പവർ അറിയാൻ നമ്മൾ ഓരോ കേസുകളായി നോക്കും. അപ്പോൾ സി റേസ് ടു 1 ആണ് ആദ്യത്തെ കേസിൽ, ആൻഡ് എൻ പ്ലസ് 1 ആണ്. സോ എൻ പ്ലസ് 1 ആൻഡ് 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എൻ പ്ലസ് 2 എന്നാണ് കിട്ടുക പവർ. ആൻഡ് അടുത്ത കേസിലാണെങ്കിൽ സി സ്ക്വയർ ഉണ്ട് ആൻഡ് ഇവിടെ എൻ ആണ്. സോ എഗെയിൻ രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എൻ പ്ലസ് 2 ആണ് കിട്ടുക. അപ്പോൾ ഇവിടെ അത് തന്നെ വരണം. ഇവിടെ 2 ആണുള്ളത്, അങ്ങനെ വരുമ്പോൾ ഇവിടെ n ആണ്. സോ നമുക്കിപ്പോൾ കിട്ടിയ റിസൾട്ട് ഇതാണ്. സോ ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു c raised to n into modulus of x2 minus x1. ഇനി നമുക്ക് കോഷി സീക്വൻസിലോട്ട് പോകണം. കോഷി സീക്വൻസ് ആണെങ്കിൽ for every epsilon greater than 0 we can find a natural number such that modulus of xm minus xn അതിലോട്ടാണ് പോകേണ്ടത്. So for m greater than n, m comma n belongs to n for two natural numbers m and n. suppose n നേക്കാൾ വലുതാണ്, modulus of
xm minus xn. എനിക്ക് ഈ റിസൾട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഞാൻ ഇതിനെ ഒന്ന് മാറ്റി എഴുതുന്നു. xm xm minus 1 മൈനസ് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു, മൈനസ് വീണ്ടും xm minus 2 മൈനസ് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. ഇങ്ങനെ പോയിട്ട് ലാസ്റ്റ് മൈനസ് xn വരും. അതിന് തൊട്ട് മുമ്പ് xn plus 1 ആഡ് ചെയ്യുന്നുണ്ടാവും, മൈനസ് ചെയ്യുന്നുണ്ടാവും. കാരണം നമ്മൾ ഈ തൊട്ട് മുന്നത്തെ റിസൾട്ടിൽ കോൺസിക്യൂട്ടീവ് ടേംസ് ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ രീതിയിൽ ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസിന്റെ പ്രോപ്പർട്ടി അനുസരിച്ച് xm minus xm minus 1 plus xm minus 1 minus xm minus 2 പ്ലസ് ഇങ്ങനെ പോകുന്നു ലാസ്റ്റ് xn plus 1 മൈനസ് xn. ഇനി നമുക്കിത് അപ്ലൈ ചെയ്യാം. തൊട്ട് മുന്നേ എഴുതി വെച്ചിരിക്കുന്ന റിസൾട്ട് xn plus 2 minus xn plus 1 is 0 raised to n into modulus of x2 minus x1. അപ്പോൾ ആ കമ്പാരിസൺ കറക്റ്റ് ആയിരിക്കണം. ഇവിടെ n plus 2 ആവുന്നു, ഇവിടെ n and plus 2. ഇതാണ് ആ കണക്ഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ കേസുകളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അവസാനത്തെ നമ്മൾ ആദ്യം നോക്കുന്നു xn plus 1 ആണ്. സോ x2 minus x1, ഇവിടെ n plus 1 ആണ്. സോ c raised to n minus 1. എന്നാലേ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ ഏത് വരുള്ളൂ, n plus 1 വരുള്ളൂ. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ മോഡുലസ് ഓഫ് x2 minus x1. അപ്പം ഇനി സിയുടെ പവർ വേണം. നോക്കൂ, ഇവിടെ ചെയ്ത കാര്യം ഈ കേസിൽ ശ്രദ്ധിക്കാം, n plus 1 ആണ്. സോ നമ്മളിവിടെ പവർ n minus 1 and 2 ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ n plus 1. അതുപോലെ ഓരോ കേസിലും അങ്ങനെയാകുമ്പോൾ ഇവിടെ വേണ്ടത് m ആണ് നമുക്ക് വേണ്ടത്, ആൻഡ് ഇവിടെ 2 ഉണ്ട്. സോ സിയുടെ പവർ വരേണ്ടത് m minus 2 എന്നാണ്, മൈനസ് 2 പ്ലസ് ഈ കേസിലാണെങ്കിൽ വീണ്ടും നമ്മൾ x2 മൈനസ് x1ലാണ് ചെന്ന് എത്തിക്കുന്നത്. സിയുടെ പവർ വരേണ്ടത് ഇതിവിടെ 2 ആണുള്ളത്, ഇവിടെ m minus 1ലാണ് എത്തേണ്ടത്. സോ ദിസ് ഇസ് m minus 3. സോ എല്ലാത്തിലും ഏതുണ്ട്, മോഡുലസ് ഓഫ് x2 മൈനസ് x1 ഉണ്ട്. സോ ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് x2 മൈനസ് x1 അവിടെ ഉണ്ട്. ബാക്കി വരാവുന്നത് ഏത്, റേസ് ടു m minus 2 പ്ലസ് c റേസ് ടു m minus 3. ഇങ്ങനെ പോയിട്ട് ലാസ്റ്റ് c റേസ് ടു n minus 1. മനസ്സിലാക്കണം, m ആണ് വലുത്, n ആണ് ചെറുത്. പക്ഷെ ഇവിടെ c is a quantity lies between 0 and 1. അപ്പോൾ പവർ കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ വാല്യൂ കുറഞ്ഞു പോകും. അപ്പോൾ ഈ കൂട്ടത്തിൽ പവർ കൂടുതൽ m minus 2 ആണ്, പവർ കുറവ് n minus 1 ആണ്. അതുകൊണ്ട് തന്നെ ഈ c ഈ കൂട്ടത്തിൽ ഏറ്റവും വലുത്, ഇതിൽ ഏറ്റവും വലുത് എന്ന് പറയുന്നത് c raised to n minus 1 ആണ്. സോ ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു c raised to n minus 1 പ്ലസ് പിന്നെ കൂടുകയാണ് പവർ c raised to n പ്ലസ് ഇങ്ങനെ കൂടി പോകുന്നു, c raised to m minus 2 എത്തുന്നു, പ്ലസ് ബാക്കിയുള്ളതും കൂടെ ഞാൻ അങ്ങ് ആഡ് ചെയ്യാം. സോ ഇപ്പോൾ ഇത് ജോമെട്രി പ്രോഗ്രഷൻ ആണ്. c lies between 0 and 1. Sum of infinite number of terms is a by 1 minus r. So this is less than or equal to c raised to n minus 1 divided by 1 minus r എന്ന് പറഞ്ഞാൽ 1 minus c i into modulus of x2 minus x1. ഇനി ഇവിടെ സിയുടെ വാല്യൂ 0 and 1 ഇടയിലാണ്. അപ്പോൾ c raised to n, ഇപ്പോൾ 0 and 1 ഇടയിലുള്ള നമ്പേഴ്സിന്റെ പവേഴ്സ് ടെൻസ് ടു 0 ആണ്, as n tends to infinity. So since 0 less than c less than 1, c raised to n minus tends to 0. Therefore the sequence xm minus xn അത് tends to 0 no. So അത് tends to 0 ആണെങ്കിൽ for epsilon greater than 0 there exists, അതായത് ലിമിറ്റിന്റെ ഡെഫിനിഷൻ പ്രകാരം there exists a natural number
such that modulus of other terms xm minus xn minus the limit to 0 ആണ് less than epsilon for all the numbers. ഇവിടെ m ഉണ്ട് n ഉണ്ട്, അത് രണ്ടും ഏതിനേക്കാൾ വലുതാവുന്ന കേസിൽ k നേക്കാൾ വലുതാവുന്ന കേസിൽ. അപ്പോൾ ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കൺവേർജൻസിൻ്റെ ഡെഫിനിഷൻ, കൺവേർജൻസ് ഓഫ് സീക്വൻസിൻ്റെ ഡെഫിനിഷനാണ്. പക്ഷേ ഇതിപ്പോൾ കണ്ടീഷൻ ഏതായി? ദ സീക്വൻസ് എക്സ് എൻ കോഷിക്ക് വേണ്ട കണ്ടീഷൻസ് ആയി. ദെർഫോർ ദ സീക്വൻസ് എക്സ് എൻ ഇസ് കോഷി സീക്വൻസ്. കോഷി സീക്വൻസുകളൊക്കെയും കൺവേർജൻ്റ് ആണ്. അപ്പോൾ നമ്മളെ എക്സ് എന്നും കൺവേർജൻ്റ് ആണ്. സോ കോൺട്രാക്റ്റീവ് സീക്വൻസ് ആണെങ്കിൽ അത് കോഷി ആയിരിക്കും. കോഷി ആയതുകൊണ്ട് അത് എന്തോ ആണ്, കൺവേർജൻ്റുമാണ്. രണ്ടാമത്തെ റിസൾട്ട് നോക്കുക. ഇഫ് എക്സ് ഈക്വൽ ടു എക്സ് എൻ ഇസ് എ കോൺട്രാക്റ്റീവ് സീക്വൻസ് വിത്ത് കോൺസ്റ്റന്റ് സി 0 ലെസ് ദാൻ സി ലെസ് ദാൻ 1. കോൺട്രാക്റ്റീവ് ആണെങ്കിൽ കോഷിയാണ്, കോഷി ആണെങ്കിൽ ലിമിറ്റ് എക്സ് കൺവേർജൻ്റ് ആണ്, കൺവേർജ് ചെയ്യുമ്പോൾ ലിമിറ്റ് എക്സിസ്റ്റിംഗ്. ആൻഡ് ഇഫ് ലിമിറ്റ് ഓഫ് എക്സ് എൻ ഇസ് എക്സ്, by limit x ആണെങ്കിൽ then modulus of x minus xn is less than or equal to c raised to n minus 1 divided by 1 minus c into modulus of x2 minus x1. ഇതാണ് നമുക്ക് വേണ്ട റിസൾട്ട്, ആദ്യത്തേത്. അപ്പോൾ ഇതിൽ നമ്മൾ കോൺട്രാക്റ്റീവ് കോഷി സീക്വൻസ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങൾ ഒന്ന് അപ്ലൈ ചെയ്യാണ് ഇവിടെ. x equal to xn is contractive, comma limit of xn equal to x. ഇത് നമ്മുടെ കയ്യിലുണ്ട്. എന്നിട്ട് നമ്മൾ കോഷി അവിടെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ദെൻ മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് 1 മൈനസ് എക്സ് എൻ പ്ലസ് 2 മൈനസ് എക്സ് എൻ പ്ലസ് 1 ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ടൈംസ് മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് 1 മൈനസ് എക്സ് എൻ എന്നെഴുതി ഇത് ഇങ്ങനെ കൊണ്ടുപോയിട്ട് that is less than or equal to c raised to n into modulus of x2 minus x1 എന്ന് എഴുതിയിരുന്നു. എന്നിട്ട് വീണ്ടും മോഡുലസ് ഓഫ് പിന്നെ കോഷി സീക്വൻസ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മോഡുലസ് ഓഫ് ഇങ്ങനെ നമ്മൾ ചെയ്തു. മോഡുലസ് ഓഫ് എക്സ് എം മൈനസ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് എം മൈനസ് എക്സ് എന്നിൽ നമ്മൾ മൈനസ് എക്സ് എം മൈനസ് 1 മൈനസ് ചെയ്തു, ആഡ് ചെയ്തു, എക്സ് എം മൈനസ് 2 മൈനസ് ചെയ്തു, ആഡ് ചെയ്തു, ഒന്ന് സിംപ്ലിഫൈ ചെയ്തു. അവസാനം ഈ രീതിയിൽ കൊണ്ടുചെന്ന് എത്തിച്ചിരുന്നു 0 raised to n minus 1 divided by 1 minus c into modulus of x2 minus x. അപ്പോൾ നിങ്ങൾ ഒന്നും കൂടി അത് എഴുതുക. ഞാൻ തൽക്കാലം വീണ്ടും എഴുതുന്നില്ല. ഇതായിരുന്നു കോഷി സീക്വൻസിൻ്റെ അവസാനം നമ്മൾ എത്തിച്ചത്. എന്നിട്ട് പറഞ്ഞു c raised to n minus 1 is tending to 0, so xm minus xn is tending to 0. എങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്തിരുന്നത്? ഇവിടെ നമുക്ക് കിട്ടേണ്ട റിസൾട്ടിൽ ലിമിറ്റ് ഓഫ് എക്സ് എൻ ഇസ് എക്സ് എന്നുണ്ട്. സോ ആദ്യത്തെ വേണ്ട മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ് എൻ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൈറ്റ് സൈഡിലൊക്കെ ഇത് തന്നെയാണ്, സെയിം ആണ്. അപ്പോൾ ആകെ ചെയ്യാവുന്നത് ഇവിടെ ടേക്ക് ലിമിറ്റ് m tends to infinity. m tends to infinity എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ then xm is tending to x. സോ ആ റിസൾട്ട് ഇങ്ങനെ മാറും. മോഡുലസ് ഓഫ് x minus xn is less than or equal to c raised to n minus 1 divided by 1 minus c into modulus of x2 minus x1. അതായത് n ഫിക്സ് ചെയ്തുകൊണ്ടാണ് m നെ നമ്മൾ ടെൻസ് ടു ഇൻഫിനിറ്റി എടുക്കുന്നത്. m ടെൻസ് ടു ഇൻഫിനിറ്റി നല്ല എടുത്തിരിക്കുന്നത്. n ഫിക്സ് ചെയ്തിട്ട് m is tending to infinity. അതുകൊണ്ടാണ് ബാക്കിയുള്ള ഒരു സ്ഥലത്തും n ന് ചേഞ്ച് വരാത്തത്. ഇനി നമുക്ക് ആ റിസൾട്ടിൽ വേണ്ട സെക്കൻഡ് പാർട്ട് നോക്കാം. സെക്കൻഡ് പാർട്ട് നോക്കുന്ന സമയത്ത് അവിടെയും ഇതേപോലെ തന്നെയാണ്. എക്സിലോട്ട് വരുന്നുണ്ട്, പക്ഷെ റൈറ്റ് സൈഡിൽ ഇവിടെയാണ് ചേഞ്ച്. x2 മൈനസ് x1 അല്ല, പകരം മോഡുലസ് ഓഫ് xn മൈനസ് xn മൈനസ് 1 ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് x2 മൈനസ് x1ലോട്ട് കൊണ്ടുവരുന്നതിന് പകരം xn മൈനസ് xn മൈനസ് 1ലോട്ട് കൊണ്ടുവരണമായിരുന്നു. ഓക്കെ, അപ്പോൾ സെക്കൻഡ് പാർട്ടിലോട്ട് പോയാൽ ഇവിടെ സീക്വൻസ് കോൺട്രാക്റ്റീവ് ആയതുകൊണ്ട് നമ്മൾ കയ്യിലുണ്ട് കണ്ടീഷൻ മോഡുലസ് ഓഫ് xn പ്ലസ് 2
minus xn plus 1 is less than or equal to c times modulus of xn plus 1 minus xn എന്നുണ്ട്. And that is less than or equal to c square times modulus of xn minus xn minus 1 ഉണ്ട്. നമുക്ക് എത്തിച്ചേരേണ്ടത് xn minus xn minus 1 ലോട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ സക്സസീവ്ലി ഇത് അപ്ലൈ ചെയ്യുന്നില്ല. ഓക്കെ, സോ ഇങ്ങനെ ഒരു റിസൾട്ട് നമ്മുടെ കയ്യിലുണ്ട്. ഇനി ഇത് നമ്മൾ കോഷിയുടെ കേസിൽ പറഞ്ഞ മാതിരി മോഡുലസ് ഓഫ് എക്സ് എം മൈനസ് എക്സ് എന്നിലോട്ട് അപ്ലൈ ചെയ്യാണ്. മോഡുലസ് ഓഫ് എക്സ് എം മൈനസ് എക്സ് എന്ന് നമ്മൾ ഇങ്ങനെ എഴുതി, എക്സ് എം മൈനസ് 1 പ്ലസ് എക്സ് എം മൈനസ് 1 മൈനസ് എക്സ് എം മൈനസ് 2 പ്ലസ് എക്സ് എം മൈനസ് 2 ഇങ്ങനെ പോയിട്ട് ലാസ്റ്റ് എക്സ് എൻ മൈനസ് എക്സ് എൻ ഉണ്ട്. അതിന് മുമ്പ് നമ്മൾ എക്സ് എൻ പ്ലസ് 1 ആഡ് ചെയ്യും, മൈനസ് ചെയ്യും ആഡ് ചെയ്യും. സോ മൈനസ് എക്സ് എൻ പ്ലസ് 1 ഇങ്ങനെ പോകും. ആൻഡ് മോഡുലസിന്റെ പ്രോപ്പർട്ടി അനുസരിച്ച് ദിസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് എം മൈനസ് 1 പ്ലസ് മോഡുലസ് ഓഫ് എക്സ് എം മൈനസ് 1 മൈനസ് എക്സ് എം മൈനസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് ലാസ്റ്റ് മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് 1 മൈനസ് എക്സ് എൻ. ഇനിയുള്ള പ്രശ്നം ഇതിനെ നമ്മൾ കാര്യമായിട്ട് മൈൻഡ് ചെയ്യേണ്ട, നമുക്ക് ഇതിനെ ഏതിലോട്ട് കൊണ്ടുപോകാന്നുള്ളതാണ്. ഈ റിസൾട്ട് അപ്ലൈ ചെയ്തിട്ട് കോൺട്രാക്റ്റീവ് സീക്വൻസിന്റെ റിസൾട്ട് അപ്ലൈ ചെയ്തിട്ട് എക്സ് എൻ മൈനസ് 1 കൊണ്ടുപോകാന്നുള്ളതാണ്. അപ്പോൾ അതിന് ആദ്യം ഇത് തന്നെ എക്സ് എൻ പ്ലസ് 1 മൈനസ് എക്സ് എന്നെ സി ടൈംസ് കോൺട്രാക്റ്റീവ് അല്ലേ, നെക്സ്റ്റ് ദാറ്റ് ഈസ് എക്സ് എൻ മൈനസ് 1 എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ തൊട്ട് മുന്നത്തത് മിക്കവാറും സി സ്ക്വയർ ടൈംസ് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് 1 ആയിരിക്കും. അപ്പോൾ എല്ലാം നമ്മൾ എക്സ് എൻ മൈനസ് 1 മോഡുലസിലോട്ടാണ് കൊണ്ടുപോകുന്നത്. ആകെ കൺഫ്യൂഷൻ ഉള്ളത് ഇവിടെ എങ്ങനെ എഴുതും എന്നുള്ളതാണ്. മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് 1 കൊണ്ടുപോകും, പക്ഷെ സിക്ക് ഒരു പവർ ഉണ്ടാവും. ഏതായിരിക്കും ആ സിയുടെ പവർ? ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഓരോ കേസുകളിലും ഇവിടെ എൻ പ്ലസ് 1 വന്നപ്പോൾ എൻ പ്ലസ് 1 സി, ഇവിടെ n, ഇവിടെ 1, എൻ പ്ലസ് 1 കറക്റ്റായി. അപ്പോൾ ഇവിടെയും അതേപോലെ തന്നെ ഇവിടെ n ആണ്, ആൻഡ് ഇവിടെ ഉള്ളത് m ആണ്. സോ നമുക്ക് m എന്ന് വേണം. സോ c റേസ് ടു m മൈനസ് n. എന്നാലേ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് ഇതും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് m എന്ന് വരുള്ളൂ. എല്ലാത്തിലും മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് 1 ഉണ്ട്. ബാക്കിയുള്ളത് എല്ലാം കൂടെ ആഡ് ചെയ്യുന്നു. സോ സി റേസ് ടു എം മൈനസ് 1 ഉണ്ട്, സി റേസ് ടു എം മൈനസ് എൻ ഉണ്ട്, എം മൈനസ് എൻ മൈനസ് 1 ഉണ്ടാവും. ഇങ്ങനെ പോയി ലാസ്റ്റ് സി സ്ക്വയർ സി. ഇപ്പോൾ നേരെ തിരിച്ച് നമ്മൾ എഴുതി കഴിഞ്ഞാൽ സി പ്ലസ് സി സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് സി റേസ് ടു എം മൈനസ് എൻ വരെ വരും. വീണ്ടും മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് 1. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഇതിലെല്ലാം ചെയ്ത പോലെ തന്നെ ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. ദിസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി പ്ലസ് സി സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് അപ് ടു ഇൻഫിനിറ്റി. അങ്ങനെ ടേംസ് കുറഞ്ഞു വരും. കാരണം സിയുടെ വാല്യൂ 0 to 1 ആ. പവർ കൂടുന്നതനുസരിച്ച് ടോട്ടൽ വാല്യൂ കുറഞ്ഞു വരും. മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് 1 ബാക്കി വന്നു. Now ഇത് ജോമെട്രിക് പ്രോഗ്രഷൻ ആണ്. സം ഓഫ് ഇൻഫിനിറ്റ് ടേംസ് a by 1 minus r. അപ്പോൾ ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ബൈ 1 മൈനസ് സി ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് 1. നമുക്ക് കിട്ടിയിരിക്കുന്ന ഇതാണ് മോഡുലസ് ഓഫ് എക്സ് എം മൈനസ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ബൈ 1 മൈനസ് സി ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് 1. ഇനി നമുക്ക് വേണ്ട റിസൾട്ട് ഏതാണെന്ന് നോക്കൂ. റിസൾട്ടിൽ സി ബൈ 1 മൈനസ് സി വന്നിട്ടുണ്ട്, എക്സ് എൻ മൈനസ് 1 വന്നിട്ടുണ്ട്. ഇവിടെ എക്സ് എം അല്ല, പകരം ഏതാണ്? എക്സ് ആണ്. അപ്പോൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ എന്ത് ചെയ്താൽ മതി? ലിമിറ്റ് അപ്ലൈ ചെയ്യാം. എം ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ എക്സ് എം ഇസ് ടെൻഡിങ് ടു ലിമിറ്റ് എക്സ് ആണ്. ആൻഡ് എൻ ഫിക്സഡ് ആക്കി വെച്ചുകൊണ്ടാണ് എം ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുക്കുന്നത്. അപ്പോൾ റിസൾട്ട് നമുക്ക് ഇങ്ങനെ വന്നത് മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ് എൻ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ബൈ 1 മൈനസ് സി ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് 1. അപ്പോൾ ഈ രണ്ടെണ്ണത്തിലും ചെയ്തത് ലിമിറ്റ് എം ടെൻസ് ടു ഇൻഫിനിറ്റി ചെയ്യാണ്, കീപ്പിംഗ് എൻ ആസ് ഫിക്സഡ്.
ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. കോഷിയാണെന്ന് കോൺട്രാക്റ്റീവ് സീക്വൻസ് എല്ലാം കോഷിയാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ മോഡുലസ് ഓഫ് x2 മൈനസ് x1 കൊണ്ടുവന്നു. ഇവിടെയാണെങ്കിൽ മോഡുലസ് ഓഫ് xn മൈനസ് xn മൈനസ് 1 അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു xm മൈനസ് xn. അതാണ് ചേഞ്ച് വന്നിട്ടുള്ളത്. സോ xm മൈനസ് xn എഴുതി ഈ ഓരോ ടേമിനെയും ഈ ഓരോന്നിനെയും നമ്മൾ xn മൈനസ് xn മൈനസ് 1 എഴുതുന്നത്. ആ ഒരു ചേഞ്ചാണ്. മറ്റേതിലാണ് x2 മൈനസ് x1. ആ കമ്പാരിസൺ മാത്രമേ ഇവിടെ പ്രശ്നമുള്ളൂ. കോൺട്രാക്റ്റീവ് സീക്വൻസിൻ്റെ കേസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, അതായത് ചോദിക്കാൻ സാധ്യതയുള്ളത്, ഒന്ന് ഡെഫിനിഷൻ ഓഫ് എ കോൺട്രാക്റ്റീവ് സീക്വൻസ്, രണ്ട് കോൺട്രാക്റ്റീവ് സീക്വൻസുകൾ കോഷിയാണ് ആൻഡ് കൺവേർജൻ എന്ന് പ്രൂവ് ചെയ്യാനുള്ളത്, പിന്നെ ലിമിറ്റ് ഉപയോഗിച്ചിട്ടുള്ള രണ്ടാമത്തെ റിസൾട്ടും. പക്ഷേ അതിലേറ്റവും ഇമ്പോർട്ടൻറ്റ് കോൺട്രാക്റ്റീവ് സീക്വൻസുകൾ കോഷിയാണ് ഹെൻസ് കൺവേർജൻ്റ് എന്നുള്ള റിസൾട്ടാണ്.